നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ ഏറ്റവും ദിവ്യമായ സന്ദേശം ഉദിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിലെ കഠിനമായ യുദ്ധഭൂമിയിലാണ്. അവിടെ അർജുനൻ കയ്യിൽ വില്ലുമായി മനസ്സിൽ സംശയവുമായി നിന്നു. സ്വന്തം സഹോദരന്മാരെയും ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും കാണുമ്പോൾ യുദ്ധമെന്നത് അദ്ദേഹത്തിന് അസഹ്യമായി. അദ്ദേഹം ശ്രീകൃഷ്ണനോട് പറഞ്ഞു, മാധവ, എനിക്ക് ഈ യുദ്ധം വേണ്ട. എനിക്ക് ഈ വിജയവും രക്തസാക്ഷ്യവും വേണ്ട. ശ്രീകൃഷ്ണൻ ആ ഹൃദയവിഷാദം നിറഞ്ഞ അർജുനനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, നിന്റെ വിഷാദം അജ്ഞാനത്തിൽ നിന്നുള്ളതാണ്. യഥാർത്ഥ ജ്ഞാനം ലഭിക്കുമ്പോൾ മനസ്സ് അശാന്തിയില്ലാതെ നിൽക്കും. അർജുനൻ്റെ ഹൃദയം ഭാരം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം വില്ല് താഴെയിട്ടു. അദ്ദേഹത്തിൻ്റെ കൺമുൻപിൽ ഗുരു ദ്രോണാചാര്യരും ഭീഷ്മ പിതാമഹനും അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെയും ധർമ്മത്തിനുമിടയിൽ പൊരുത്തമില്ലാതായി. അദ്ദേഹം ചോദിച്ചു, എൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഈ യുദ്ധം എങ്ങനെ ധർമ്മമാകും? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ധർമ്മം ചിലപ്പോൾ വേദനയായിരിക്കും, പക്ഷേ അതാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിനുള്ള ശക്തി. നിനക്ക് അവകാശമുള്ളത് നിന്റെ കർമ്മത്തിലെ ഫലത്തിലല്ല. കർമ്മഫലത്തെ ആഗ്രഹിക്കരുത്, പ്രവർത്തനം ഉപേക്ഷിക്കരുത്. ഫലം നിന്റെ ലക്ഷ്യമാക്കരുത്, പ്രവർത്തനം നിന്റെ പൂജയാക്കുക. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിന് സമർപ്പിച്ചാൽ അത് പൂജയായി തീരുന്നു. അപ്പോൾ പ്രവർത്തനം ബന്ധമല്ല, മോക്ഷമാകുന്നു. നീ നിന്റെ ധർമ്മം ചെയ്യുക അർജുന. അതിൻ്റെ ഫലം എനിക്ക് സമർപ്പിക്കൂ. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കൂ. അപ്പോൾ നിന്റെ പ്രവർത്തനം നിന്നെ ബന്ധിപ്പിക്കുകയല്ല, മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അർജുനൻ പറഞ്ഞു, പ്രഭോ, ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ദൈവത്തിനായിട്ടാണ്. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണ് യഥാർത്ഥ യോഗം. കർമ്മം ദൈവസേവയായാൽ മനസ്സ് ശുദ്ധമാകും. ശുദ്ധമായ മനസ്സ് ജ്ഞാനത്തിലേക്ക് നയിക്കും. അർജുനൻ്റെ സംശയം മാറിയില്ല. അപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി നൽകി. അർജുനൻ കൃഷ്ണൻ്റെ വിശ്വരൂപം കണ്ടു. അനന്തമായ മുഖങ്ങളും ഭാവങ്ങളുമായി സർവ്വവ്യാപിയായ ദൈവസാന്നിധ്യം. അപ്പോൾ അർജുനന് മനസ്സിലായി, ദൈവം എല്ലായിടത്തുമുണ്ട്. പ്രവർത്തനം ചെയ്യുന്നത് ഞാനല്ല, ദൈവം തന്നെയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായി, ഭയം ഇല്ലാതെയായി. അർജുനൻ പറഞ്ഞു, പ്രഭോ, എനിക്കിപ്പോൾ എല്ലാം വ്യക്തമായി. എൻ്റെ സംശയം മാറിയിരിക്കുന്നു. ഞാൻ യുദ്ധം ചെയ്യും, പക്ഷേ ഇനി ഞാൻ അർജുനനായി അല്ല, ദൈവത്തിൻ്റെ ഉപകരണമായി. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണ് കർമ്മയോഗത്തിൻ്റെ സാരം. പ്രവർത്തനം ദൈവസമർപ്പണമായാൽ ജീവിതം തന്നെ ഒരു യോഗമായി മാറുന്നു. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അർജുനനെ പോലെ വിഷാദം വരും. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നിൽക്കും. അപ്പോൾ ഓർക്കണം, കർമ്മം ചെയ്യുക, ദൈവത്തിന് സമർപ്പിക്കുക. ഫലത്തിൻ്റെ ഭാരവും പേടിയും അപ്പോൾ അകന്നു പോകും. ദൈവത്തിന് സമർപ്പിച്ച പ്രവർത്തനമാണ് യഥാർത്ഥ പൂജ. അതാണ് കൃഷ്ണൻ ലോകത്തോട് പറഞ്ഞ അമൃതവാക്യം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യുക ഭക്തിയോടെ, ജീവിതം തന്നെ ദൈവമാർഗമാകും. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.